ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നരച്ച മുടി എങ്ങനെ നമുക്ക് നിരന്തരമായി കറുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കടന്നു വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. കെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലേ, ചായ ഉണ്ടാക്കാൻ മാത്രം വേണ്ടിയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേയധികം കാര്യങ്ങൾ ഈ കെറ്റിൽ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് മുട്ട എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓഫ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് ഗ്യാസ് തീരുന്ന സമയത്തൊക്കെ ഇതുപോലൊരു കെറ്റിലുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വേറൊരു കെറ്റിലുണ്ട്, അതുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതില്ല, ഇതുപോലുള്ള നോർമൽ ആയിട്ടുള്ള കെറ്റിലാണ് ഉള്ളതെങ്കിൽ ഇതിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവർ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കെറ്റിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനിതിൽ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറച്ച് സമയം ഞാൻ ഒരു ഗ്ലാസ് അരി ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മളുടെ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ റൈസ് അതുപോലെ തന്നെ പഴം പുഴുങ്ങാനൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. ഓഫ് ആവുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞൊന്ന് ഓണാക്കി കൊടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചോറും കൂടെ ഒന്ന് വെച്ച് നോക്കാം. മുട്ട പുഴുങ്ങിയെടുക്കാം, എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മളുടെ ഈ ഒരു ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വെച്ചാൽ നമുക്ക് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഈ ഒരു മൂടി ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് വെന്ത് കിട്ടും കേട്ടോ. കുറേ സമയം കറണ്ട് കത്തിച്ച് വെക്കണമെന്നൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചോറ് നന്നായിട്ട് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ എങ്ങനെയാണോ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നത് ആ രീതിയിൽ ഊറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചോറ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്തതായിട്ട് ഇതിൽ ഉപയോഗിച്ച് എങ്ങനെ മാഗി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് മാഗിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പാക്കറ്റ് നൂഡിൽസൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ച് വലിയൊരു കെറ്റിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മസാല ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂഡിൽസ് റെഡിയായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉള്ളിയോ തക്കാളിയോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈസി ആയിട്ട് മന്തി കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചോറ് വേവിച്ചെടുക്കുന്നത് ആ രീതിയിൽ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ചിട്ട് ഞാൻ അരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ സമയം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കളർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മാഗി ക്യൂബും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്ന മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളർ തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കളർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നല്ല പഴുത്ത 2 തക്കാളി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് കേട്ടോ. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അരമുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ എത്രയാണോ ചിക്കനും അരിയും എടുക്കുന്നത് അതിൻ്റെ അളവിലൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഒരു 1 കിലോ റൈസാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്.
നമ്മളിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാലും നമ്മളുടെ അടിപൊളി റെസ്റ്റോറന്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അടിപൊളി മന്തിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കാതിരുന്നിട്ടും എനിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും നീട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മളുടെ അരി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കരുത്. ഒരു 70% വേവിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് എടുത്താൽ മാത്രം മതിയാവും. ഒന്നുകൂടെ നമ്മൾ വേവിക്കും. അതുകൊണ്ട് തന്നെ ഒരു 60% ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതിയാവും കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. നല്ല അടി കനമുള്ള പാത്രത്തിൽ നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കുറഞ്ഞ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഒട്ടും ഓയിൽ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഇതുപോലെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം അടുത്തുള്ളത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കരുത് കേട്ടോ. ഒരു 70% മാത്രം വേവിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഊറ്റിയെടുത്ത് ചൂടോടുകൂടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 തവി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് മഞ്ഞ കളർ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഈ കളറൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഒന്ന് ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മന്തി റൈസ് എങ്ങനെയാണ് വേവിക്കുക എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇവിടെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കാത്തത്. ഞാൻ ജസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇതിലേക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്. ഞാനിതിൽ പുകയിടൊന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ഈസി പീസി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ചിക്കനൊക്കെ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു മിക്സി ജാറാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെറുത് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില, അതുപോലെ തന്നെ ഒരു പിടി മുരിങ്ങയില ഉണക്കി വെച്ചതാണ് കേട്ടോ. നിഴലിൽ ഉണക്കി വെച്ചത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫൈനായിട്ട് ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു അയൻ്റെ പാനാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ബ്ലാക്ക് നിറമാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായാലും. ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സ് നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആവുന്ന വരെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് കരിച്ചെടുക്കരുത്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു മുരിങ്ങയ്ക്കയാണ് കേട്ടോ. ഞാൻ ഏകദേശം 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലുള്ള വിത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വിത്തും ആ പൾപ്പും നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ചുരണ്ടിയെടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ വേരും തോലും
തോലും എല്ലാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചുരണ്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് പൾപ്പും വിത്തൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഞാൻ ഇതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാന് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വിത്തും അതുപോലെ തന്നെ അതിൻ്റെ പൾപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഈർപ്പം കളയാൻ വേണ്ടി ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഞാനൊരു അയൺ പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പൾപ്പും വിത്തും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ബബിൾസ് ഒക്കെ പോകുന്നവരെ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ പ്രോബ്ലം ഇല്ലാതാവാനും വേരിൽ നിന്ന് തന്നെ മുടിക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർ കുളിക്കുന്നതിന് മുമ്പായിട്ട് സ്ഥിരമായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മളുടെ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്ലാസ് ജാറിലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വെയിലിൽ വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് കുറച്ച് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ ആക്കിയതിന് ശേഷം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വെളുത്ത മുടിയിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലാക്കായി വരും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകിന് അണുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ വീട്ടിലുള്ള ദുർഗന്ധത്തെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ നമ്മളുടെ ബേക്കിംഗ് സോഡയ്ക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കംഫോർട്ടാണ്. കംഫോർട്ട് നല്ലൊരു സ്മെല്ലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മൾ കടുകിലും ബേക്കിംഗ് സോഡയിലൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം തന്നെ ഇതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് അലുമിനിയം ഫോയിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലുള്ള ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കഴുകി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ മുട്ടുസൂചി ഉപയോഗിച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നാച്ചുറലായിട്ടുള്ള എയർ ഫ്രഷ്നറൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ച വരെയൊക്കെ ഇതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ സ്മെല്ല് പോകുന്ന സമയത്ത് മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.